ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. സാഹസം എന്ന നടത്തിൻ്റെ കൊക്കഡലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ വീഡിയോ സോങ് അതിൻ്റെ ലോഞ്ച് ഇവൻ്റ് അടക്കാൻ പോവാണ് ഓഗസ്റ്റ് 2 എന്ന് വെച്ചാൽ അന്ന് ഹൈലൈറ്റ് മോഡൽ വെച്ചിട്ട് കാലിക്കറ്റിൽ എന്തായാലും 5 മണി മുതലാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിടത്തിൻ്റെ OST പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ജൂക്ക് ബോക്സ് ആണ്. ഇനി മാരിസൺ എന്ന് പറഞ്ഞിടത്തിന് നല്ല അഭിപ്രായം കിട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും സെക്കൻഡ് വീക്കിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ എടുക്കാം കേരളത്തിലത്തെ. പിന്നെ തെഹ്റാൻ എന്ന് പറഞ്ഞിടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സാരെ ജഹാൻ സെ അച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സ് തന്നെ എടുക്കുന്ന ഒരു സീരീസ് ആണ്. എന്തായാലും അത് ഓഗസ്റ്റ് 13 നല്ല അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഞാനിൻ്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. താടിയൊക്കെ അത്യാവശ്യം വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ ആണ്. അത് ഞാൻ സ്ക്രീനിൽ എടുക്കുന്നുണ്ട്. പിന്നെ മദ്രാസി എന്ന് പറഞ്ഞിടത്തിലത്തെ സലംബല എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. അത് 3 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. പിന്നെ മിറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ജിത്തു ജോസഫ് ആസിഫലിനെ ചെയ്തെടുത്ത പടം പറഞ്ഞ വാലൂരിനെയാണ് പടത്തിൽ നായിക എത്തുന്നത്. അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ എടുക്കാം. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിടത്തിൻ്റെ UK-ലത്തെയും എയർലൈനത്തെയും പ്രീമിയർ അടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമും ഡേറ്റ് 13 ടൈം അതിൽ കാണിച്ചിട്ടുണ്ട്. നോക്കി വെക്കുക അവിടെ ഉള്ളവരാണെങ്കിൽ. അതുമാതിരി US-ലത്തെയും 13 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടൈമും ഇതിൽ കാണിക്കാം. അവിടെ ഉള്ളവരാണെങ്കിൽ അത് നോക്കി വെക്കുക. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ വൈറൽ വയ്യാരി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതിൻ്റെ വീഡിയോ സോങ് വരാൻ പോവാണ് ഓഗസ്റ്റ് 4 രാവിലെ 9:36. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. ഏവറേജ് അഭിപ്രായമാണ് പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 1 കോടിയിലും കൂടുതൽ കളക്ഷൻ കേരളത്തിന് ഫസ്റ്റ് ഡേ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ബേസിൽ ജോസഫ് 2024 ഒക്ടോബറിന് ശേഷം ഒരു പടത്തിലും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് ആൾ ഡയറക്ഷൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഒരു വലിയ ആക്ടറായിരിക്കും അതിൽ അഭിനയിക്കുക. അതായത് ബിഗ് ബഡ്ജറ്റ് പടം എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷന് കുറേ ടൈമൊക്കെ കുടിക്കും. അപ്പോൾ ആൾ ഇതുവരെയായിട്ട് അടുത്ത പടത്തെ അഭിനയിക്കാനുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒമ്പാല ഫിലിംസിൻ്റെ ഭാഗത്ത് ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. അത് 53 കോടിയിലും കൂടുതൽ കളക്ഷൻ നേടി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞിട്ടുള്ള മനോരമ മാക്സിലൂടെ ഓഗസ്റ്റ് 14 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിശാൽ 35 വിശാലിൻ്റെ 35ാമത്തെ പടം ദുഷര വിജയനാണ് പടത്തിൽ നായികയായിരുന്നത്. എന്തായാലും രവി അർഷൻ എന്നുള്ള ആളുടെ പടം ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ഷൂട്ടിംഗ് ചെന്നൈയിൽ വെച്ചിട്ട് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ നാഷണൽ അവാർഡ് 71ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്സിൻ്റെ ഇതിൽ വെച്ചിട്ട് ബെസ്റ്റ് തെലുങ്ക് ഫിലിമായിട്ട് ഭഗവന്ത് കേസരിക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ജി പ്രകാശിന് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. വാത്തി എന്ന് പറഞ്ഞ പടത്തിനാണ്. പിന്നെ ബെസ്റ്റ് ആക്ടർ എന്നുള്ള ലെവലിൽ ഷാരൂഖ് ഖാൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് ജവാൻ എന്ന് പറഞ്ഞ പടത്തിന്. അതേമാതിരി വിക്രാന്ത് മെസ്സേക്കും കിട്ടിയിട്ടുണ്ട് 12th ഫെയിൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ പാർക്കിംഗ് എന്ന് പറഞ്ഞിടത്തിനാണ് തമിഴിൽ ബെസ്റ്റ് ഫിലിമിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതേമാതിരി അതിൽ അഭിനയിച്ച സപ്പോർട്ടിംഗ് റോളായിട്ട് ചെയ്തിട്ടുള്ള MS ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കും ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിലത്തെ ബെസ്റ്റ് ഫിലിമായിട്ട് ഉള്ളവർക്കിനാണ് കിട്ടിയിട്ടുള്ളത്. ഹിന്ദിയിൽ കഥൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിനാണ് കിട്ടിയിട്ടുള്ളത്. കന്നഡയിൽ കണ്ടിയിലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പൂക്കാലം എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് വിജയരാഘവന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് കിട്ടിയിട്ടുണ്ട് അവാർഡ്. അതേമാതിരി ബെസ്റ്റ് എഡിറ്ററായിട്ട് മിഥുൻ മുരളിക്കാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് കിട്ടിയത് ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ ഹൃദയപൂർവ്വം എന്നിട്ടുള്ള മോഹൻലാൽ സത്യാനന്ദിക്കാട് പടം ആ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. മാളവിക മേനോനാണ് പടത്തിൽ നായിക എത്തുന്നത്. എന്തായാലും ഇതിൻ്റെ റിലീസ് ഓഗസ്റ്റ് 28 കൺഫേം ആക്കിയിട്ടുണ്ട്. അതുവരെ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തപ്പോൾ അതിൽ ഹാഷ്ടാഗ് കൊടുത്തിട്ടുള്ളതാണ് ഓഗസ്റ്റ് 28 എന്നുള്ളത്. പോസ്റ്ററിലൊന്നും കാണാനില്ല. പിന്നെ കോൾ ഹിം മോജി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് ബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ പാട്ട് വരുന്നുണ്ട് എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതിന്ന് 5 മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ കാണിക്കുന്നുണ്ട് വിമൽ തിയേറ്ററിൽ. അപ്പോൾ യൂട്യൂബിൽ എപ്പോഴാണ് കിട്ടുക എന്നുള്ള അറിയില്ല. മിക്കവാറും 5 മണിക്കാണ് യൂട്യൂബിൽ ഉണ്ടായിരിക്കും തോന്നുന്നുണ്ട്. എന്തായാലും പാട്ടിൻ്റെ പേര് ഫയർ സ്റ്റോം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏഷ്യൻ്റെ ആയിട്ട് അടുത്തായിട്ട് റിലീസാൻ എത്താൻ പോണ പടമാണ് ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്തായാലും ഈ പടത്തിൻ്റെ സെറ്റിൻ്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ലീക്കാക്കിയ രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഭയങ്കര സംഭവമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിടത്തിൻ്റെ തമിഴ്നാട്ടിലത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ 90 ലക്ഷം എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേമാതിരി കേരളത്തിൽ 50 ലക്ഷം എന്നുള്ളതാണ് കേൾക്കുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല കളക്ഷനായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. ബുക്ക് മൈസൂരിലോട് മാത്രം 500 കയ്യിലും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് ഡേയിൽ വേൾഡ് വൈഡ് കളക്ഷനായി പറഞ്ഞിട്ടുള്ള 39 കോടി എന്നുള്ളതാണ് ഇവർ ഒഫീഷ്യലായി ഇറക്കിയിട്ടുള്ള പോസ്റ്റാണ്. പിന്നെ കൂലി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 14 റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കേരളത്തിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും പടത്തിന് സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. മുന്നേ ലോകേഷ് പറഞ്ഞ മാതിരി തന്നെ നോ കോംപ്രമൈസ് ഇൻ വയലൻസ് എന്നുള്ള തന്നെയാണ് അതിലറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര വയലൻ്റായ സീൻസൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും അത് യൂട്യൂബിലൊക്കെ 7 മണിക്ക് കിട്ടും എന്നുള്ള ലെവലിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നോക്കി നോക്കാം ആ ടൈമിൽ തന്നെ കിട്ടും എന്നുള്ളത്. എന്തായാലും പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ട്രെയിലർ 7 മണിക്ക് വരും എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ടുള്ളത്. അതിൽ നാഗാർജുനെ രജനീകാന്തിനെയാണ് മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിലുള്ള നാഗാർജുൻ്റെ സംഭവം എന്ന് പറയുന്നത് മുന്നേ ഒരു വീഡിയോ ലീക്കായിരുന്നു. ആ ലീക്കിലുള്ള അതേ ഡ്രസ്സാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ ട്രെയിലറിനായിട്ട് ഗംഭീര സംഭവം തന്നെയായിരിക്കും. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.